വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ചിക്കൻ്റെ പല റെസിപ്പീസ് ആയിട്ടാണ്. അപ്പോൾ നോർമലായിട്ട് ഉണ്ടാക്കാവുന്ന ചിക്കൻ ഫ്രൈ, പിന്നെ ചൈനീസ് രീതിയിൽ ഉണ്ടാക്കാവുന്ന അത് കുറച്ചുകൂടി ജ്യൂസി ആയിരിക്കും, അങ്ങനത്തെ ഒരെണ്ണം. പിന്നെ ഉള്ളത് ചിക്കൻ ചിക്കി പൊരിച്ച്. അത് ആക്ച്വലി പപ്പയുടെ ബാങ്കിൽ ഒരു സ്റ്റാഫ് ഇതുപോലെ അങ്ങനെ കൊണ്ടുപോകുന്നായിരുന്നു. അപ്പോൾ നല്ല ഇഷ്ടമാണെന്ന് പപ്പ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷെ അതും നല്ലതായിരുന്നു. ഇപ്പോൾ അതെങ്ങനെയാ വെച്ചാൽ ഈ എന്താ പറയുക, ഈ ഇവർക്കൊക്കെ അധികം എല്ലോട് ചേർന്നുള്ള പീസുകളൊക്കെ ഇഷ്ടമുള്ളൂ. അല്ലാത്ത പീസൊക്കെ ഭയങ്കര മടിയാണ്. ഇതിപ്പം ആ പീസുകളാണ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് സവാള മൂപ്പിച്ച് അതിലിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് ഇളക്കിയെടുക്കണേ. അപ്പം അത് നല്ലതാണ്. അങ്ങനെ അതായത് ഒരു ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് 3 തരം, അതായത് മൊത്തത്തിൽ ഞാൻ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നാരങ്ങ നീരൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ സോയാ സോസ് ഒഴിച്ചിട്ട് ആദ്യമേ സോയാ സോസും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് ലേശം കുരുമുളക് പിന്നെ 3 മുട്ട, 2-3 മുട്ട പച്ചമുട്ടയും കൂടെ ചേർത്ത് അങ്ങ് മിക്സ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് വറക്കാൻ നേരത്ത് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് വറക്കും. ഭയങ്കര ടേസ്റ്റാണ്. ആ സോയാ സോസ് ചേർത്ത് വെക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്തായാലും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ചിക്കൻ ഒരു ഹാർഡായിട്ട് ഫീൽ ചെയ്യില്ല. ഈ ഇത്രയും അങ്ങ് ആക്കി വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കിനും ഒരു ചിക്കൻ ഫ്രൈ ആയി. പിന്നത്തത് കുറച്ച് സവാളയൊക്കെ ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് കുറച്ച് സോസൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ അടച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് വേവിച്ചെടുക്കുമ്പോഴേക്കും അത് ഒത്തിരി ഗ്രേവിയൊന്നുമില്ല കേട്ടോ, ബട്ട് ജ്യൂസി ആയിരിക്കും. പിന്നെ ഉള്ളത് ഞാൻ ഈ പറഞ്ഞില്ലേ, ഈ സവാളയൊക്കെ മൂപ്പിച്ച് ഈ ചിക്കൻ ചിക്കി പൊരിച്ചെടുക്കും. അതും ചോറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. കുറച്ച് ചിക്കൻ എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാവേ. അതിലേക്ക് എല്ലോട് കൂടിയ കുറച്ച് ചിക്കൻ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു മുട്ട, കുരുമുളക് പൊടി, സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, പിന്നെ കുറച്ച് കോൺഫ്ലോറും കൂടി എല്ലാം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കുറച്ച് നേരം, ഒരു അരമണിക്കൂർ വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചേ, എണ്ണ ഒഴിച്ച് ഞാൻ നെയ്യിലും ചെയ്യാറുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ ഇങ്ങനെ നമുക്ക് പൊള്ളിച്ചെടുക്കണം. അത് ഒരു വശം കുറച്ച് നേരം അടച്ച് വെക്കും കേട്ടോ ഞാൻ, ഒന്ന് വെന്തെന്ന് വരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. ഇത് പീസുകളാണ് കേട്ടോ അധികം എടുത്തേക്കുന്നത്. കാരണം ഇവർക്കൊക്കെ ഫ്രൈ ചെയ്താലും കറി വെച്ചാലും എല്ലുള്ള പീസുകളെ ഇഷ്ടമുള്ളൂ. മറ്റേ ആ പീസുകൾക്ക് ഭയങ്കര ഇഷ്ടക്കുറവുള്ള, അതുകൊണ്ട് ഞാനത് വേറെ രീതിയിൽ ഉണ്ടാക്കണേ എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര നല്ലതാണ്. ഇത് നല്ലതായിട്ട് മുരിഞ്ഞ് വന്നു തുടങ്ങി. ഈ മുരിഞ്ഞ് വന്നു തുടങ്ങി കഴിഞ്ഞപ്പം ശരിക്കും ഫ്രൈ ആയിക്കോട്ടെ. ആ സമയത്ത് നമ്മൾ തുറന്ന് വെക്കണം കേട്ടോ. ആദ്യം മാത്രമേ ഞാൻ അടച്ച് വയ്ക്കുകയുള്ളൂ. ഇത് ചുമ്മാ സാധാ ഒരു ചിക്കൻ ഫ്രൈ. ഒരു മുട്ട ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തത് നമ്മൾ ആദ്യം മുട്ടയിട്ട് തിരുമ്മി വെച്ച ഫ്രൈ തന്നെയാണ് കേട്ടോ. മസാല അതുപോലെ തന്നെ തിരുമ്മി വെച്ചതാണ്. ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പയ്യെ ഒന്നായി വരുമ്പം നമുക്ക് കുറച്ച് സവാള അരിഞ്ഞത്, അത് 1-2 സവാള അരിഞ്ഞെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആദ്യം ഇട്ട് മൂപ്പിക്കണു. അത് കഴിഞ്ഞിട്ട് ഒരു 1-2 സവാള അരിഞ്ഞിട്ട് അത് വെന്ത് ഒന്ന് പയ്യെ ഒന്നായി കഴിയുമ്പോഴത്തേക്കിനും ഒന്ന് പതിയെ മറിച്ചിടൂലേ, എന്നിട്ട് പാകത്തിന് ഉപ്പാണോ നോക്കുക. ഒരിത്തിരി ഗരം മസാല ഞാൻ ആ കൂടെ ചേർക്കും കേട്ടോ. കുറച്ച് സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കും. അടച്ചു വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ആ സവാളയൊക്കെ നല്ല എന്താ പറയുക, ആ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ച് നല്ല മസാലയിൽ നല്ല ടേസ്റ്റാണ്. ഇതും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതും എല്ലൊക്കെ ഉള്ള പീസ് തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. കാരണം അതേ കൂടുതലും ഇവിടെ ഇഷ്ടമാവുള്ളൂ, അതുകൊണ്ടാണ്. കണ്ടോ, ഇത് നല്ല ടേസ്റ്റാണ്. സവാളയൊക്കെ ശരിക്കും അങ്ങ് വെന്തു ചെറിയ ഫ്രൈ പോലെയായി. ആ സോസിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ വന്നിട്ട് സോസൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു ഫ്രൈ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെച്ച് സവാളയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ, അപ്പോൾ പെട്ടെന്ന് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക്ക്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് പതിയെ ഒന്ന് അടിച്ചെടുത്തിട്ട് അതും കൂടെ ഈ സവാളയുടെ കൂടിയിട്ട് വഴറ്റണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഞാൻ ഇച്ചിരി കൂടുതലിടും കേട്ടോ.
എന്നിട്ട് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ആക്കണ്ട, നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് സവാളയൊക്കെ ഒന്ന് പയ്യെ വെന്ത് തുടങ്ങി കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യണം. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇളക്കി കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആക്കണേ. കുറച്ച് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ പോലെ ആക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി നല്ല ടേസ്റ്റോടുകൂടി ഉപ്പൊക്കെ നോക്കി നമുക്ക് വാങ്ങാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. താങ്ക് യു.